ഹായ് ഓൾ, പുതിയ വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബർത്ത്ഡേക്കുള്ള കേക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് കൊടുക്കാനുള്ളതാണ്. നമുക്ക് ഗൾഫിൽ നിന്നാണ് കേട്ടോ ഓർഡർ തരാറുള്ളത്. അപ്പോൾ ഒരു മോളുടെ അച്ഛന് എല്ലാ വർഷവും നമ്മളിവിടെ നിന്നാണ് കേക്ക് മേടിക്കാറ്. കേക്ക് മാത്രമല്ല, ആൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർ ലിസ്റ്റ് തരും, നമ്മൾ ആ ഐറ്റംസൊക്കെ ഷോപ്പിൽ പോയി മേടിക്കും. അപ്പോൾ ഇപ്രാവശ്യം കുറേയൊക്കെ അവർ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. നമുക്ക് ലിങ്ക് അയച്ചിട്ട് അങ്ങനെ മേടിച്ചു. അല്ലാത്ത കുറച്ച് ഐറ്റംസ് ഇതുപോലെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് മേടിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്, ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടാവും, കേക്ക് മാത്രമല്ല. അപ്പോൾ നമുക്ക് അവർ തന്ന കേക്കിൻ്റെ ഓർഡറിൻ്റെ ഫ്ലേവർ ടെൻഡർ കോക്കനട്ട് ആണ്. പിന്നെ നമുക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് മധുരം കുറഞ്ഞൊരു കേക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഇളനീരൊക്കെ മേടിക്കണം. അപ്പോൾ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും ഈ ഐറ്റംസൊക്കെ മേടിച്ചതിന് ശേഷം വർക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിവിടെ അടുത്ത് തന്നെ ഷോപ്പിൽ ഇളനീരുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഡയറക്റ്റ് പോയി മേടിക്കുക. ഞാൻ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കട്ട് ചെയ്യാതെ കൊടുത്തേക്കും. അങ്ങനെ മിക്കവാറും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രാവശ്യം അവർ കട്ട് ചെയ്തിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നല്ല മഴയൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു നിൽക്കും. എന്നാൽ പിന്നെ ഞങ്ങൾ ഒരു ചൂട് ചായയും ഒരു ചൂട് പഴംപൊരിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ മുട്ടയും മൈദയും പഞ്ചസാരയും ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊക്കെ മേടിച്ചിട്ട് ഒന്നിച്ച് നമുക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ചേച്ചി ഇവിടെ നമ്മൾ പറഞ്ഞ എണ്ണത്തിന് മുട്ടയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഈ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയത്. അപ്പോൾ ഇനി ഇതൊക്കെ മേടിച്ചതിന് ശേഷം ഇനി കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മുട്ട കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് മേടിച്ചിട്ട് മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഞാനിവിടെ റെഡിയാക്കുമ്പോൾ നമുക്കൊരു വെഡ്ഡിങ് കേക്കിൻ്റെ ഓർഡറും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു 2 kg വെഡ്ഡിങ് കേക്കും ഇതൊരു 1.5 കിലോൻ്റെ ടെൻഡർ കോക്കനട്ടാണ് കേട്ടോ നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അച്ഛനും അമ്മക്കും വേറെ കേക്കും അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ അവർ തന്ന മോഡലാണെങ്കിൽ 2 ടയർ കേക്കാണ്. അപ്പോൾ ഞാനാണ് അവരുടെ അടുത്ത് പറഞ്ഞത് എന്നാൽ പിന്നെ ആ ഒരു മധുരം കുറഞ്ഞ കേക്ക് മുകളിൽ വെക്കുക, താഴെയുള്ള കേക്ക് നമുക്ക് ടെൻഡർ കോക്കനറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാനൊരു 3 kg ബാറ്ററാണ് കേട്ടോ അതിൽ വെച്ചത്. പക്ഷേ എന്താ പറയുക, ബാറ്റർ കൂടിയിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതാക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് നിർത്തിയിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് കുറച്ചുകൂടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ചില ടൈമിൽ ഇങ്ങനെ വരാറുണ്ട്, ചിലപ്പോൾ എല്ലായ്പ്പോഴും ഇല്ല. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യം ബീറ്റ് ചെയ്യേണ്ടതെന്ന് മടിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ആ വെഡ്ഡിങ് കേക്കിനുള്ളതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്തതാണ്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. ചിലപ്പോൾ മുട്ടയുടെ ഒക്കെ സൈസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ബാറ്റർ കൂടുതൽ കിട്ടും. അങ്ങനെ ആകുമ്പോഴാണ് ഇതിപ്പോൾ അതിൽ മിക്സറിൽ നിന്ന് കുറച്ച് പുറത്തുനിന്ന് പോണത്. എന്തായാലും നമുക്ക് കൂടുതൽ ബാറ്ററി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്, അത്രയും സ്പഞ്ച് കൂടുതൽ കിട്ടും. അപ്പോൾ ഞാൻ ഓരോരോ ടിന്നിൽ ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇങ്ങനെ ഞാനിവിടെ ഇക്കുവിൻ്റെ അടുത്ത് ഞാൻ ആ ഇളനീരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് അവിടെ പ്ലേറ്റിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാനിവിടെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ കേക്കും ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. മറ്റേ ആ സൈഡിലുള്ള 2 ചെറിയ ടിന്നിലുള്ള കേക്ക് ഷുഗർലെസ് കേക്കാണ്. ഫുള്ള് ഷുഗർ ഇല്ല എന്നല്ല. നമ്മൾ 1 കിലോ സ്പഞ്ച് റെഡിയാക്കുമ്പോൾ 1 കപ്പ് പഞ്ചസാരയാണല്ലോ ഇടുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പൊന്നും എടുത്തിട്ടില്ല, ഞാനൊരു 1/3 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ അതിൽ യൂസ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഷുഗർ നമ്മൾ മാക്സിമം കുറച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇളനീര് എന്തായാലും ഞാൻ പേസ്റ്റ് ആക്കാനുള്ളത് വേറെ, അതുപോലെ കട്ട് ചെയ്തിട്ട് ഫില്ലിംഗ് ആയിട്ട് കട്ട് ചെയ്തിടാനുള്ളത് വേറെ, അങ്ങനെ സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 200 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു ബോട്ടിൽ ഫുള്ളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 3 ഇളനീരിൻ്റെ പൾപ്പാണ് കേട്ടോ. ഞാൻ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇളനീരിൻ്റെ വെള്ളം യൂസ് ചെയ്യാറില്ല. അത് ഞാൻ ഇവിടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ മിൽക്ക് മെയ്ഡിൻ്റെ മിക്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കേക്ക് വെറ്റ് ചെയ്യാറ്.
ഇവർ കഴിഞ്ഞ വർഷം ഈ ഒരു കേക്ക് തന്നെയാണ് കേട്ടോ. അവർക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം അവർക്ക് മെനു ഒന്നും നോക്കേണ്ടി വന്നില്ല. അവർ ഇപ്രാവശ്യം ടെൻഡർ കോക്കനട്ടിനെ മതി എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, ഈ ഒരു കേക്ക് മേടിച്ച കസ്റ്റമേഴ്സൊക്കെ പിന്നെ എല്ലാ വർഷവും ഈ ഒരു കേക്ക് തന്നെയാണ് കേട്ടോ മേടിക്കാറുള്ളത്. പക്ഷേ ചില ടൈമിൽ നമുക്കിത് ഇളനീര് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് ചേഞ്ച് ചെയ്യിപ്പിക്കാറുണ്ട്. ഇതിപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കേക്കിലേക്കുള്ള ക്രീമിലേക്ക് കുറച്ച് ആ മിൽക്ക് മെയ്ഡും ഇളനീരും കൂടി മിക്സ് ചെയ്ത ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ക്രീമിൻ്റെ ഉള്ളിൽ ലെയറായിട്ട് ഫില്ലിങ് കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2-3 ടീസ്പൂണ് ഉള്ളിലിട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ആ ഒരു പീസാക്കിയുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല റിച്ചായിട്ട് ചെയ്യണം. മറ്റേ കേക്ക് റിച്ച് ആവേണ്ടെന്നല്ല, മാക്സിമം മധുരം കുറക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ വെറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് നോർമൽ വാട്ടറാണ്. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ക്രീമാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു പേരിന് ടച്ച് ചെയ്യണേ ഉള്ളൂ, അങ്ങനെ ക്രീം എന്ന് പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് നമ്മൾ ആ തേങ്ങയുടെ ആ ഒരു പീസ് ഉണ്ടല്ലോ, അതും കൂടി ഞാൻ അതിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഇവരുടെ അച്ഛനും അമ്മക്കും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കേക്കുകൾ ആ ഒരു വെഡ്ഡിങ് കേക്കാണ് ഫസ്റ്റ് 2 ഈ 2 കേക്ക് നമ്മുടെ ഇളനീർ കേക്ക്. ഈ ഒരു കേക്കിൻ്റെ കോലം എന്താ വെച്ചാൽ ഫില്ലിങ് ഓവറായിട്ട് വെയിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ തള്ളി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ മാക്സിമം വെയിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്പഞ്ചിൻ്റെ മുകളിൽ വെയിറ്റ് കൂടി കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിന് അവർ കറക്റ്റ് ബട്ടർഫ്ലൈ കേക്ക് വേണമെന്നേ പറഞ്ഞുള്ളൂ. മോഡൽ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കളർ ഇന്നത് വേണം, മോഡൽ അങ്ങനെ വേണമെന്നൊന്നുമില്ല, എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റോക്കുള്ള ഈ ഒരു പ്രിൻ്റ് ബട്ടർഫ്ലൈസ് ബ്ലൂവും അതുപോലെ വയലറ്റ് കളറിലുള്ള ആ ഒരു തീമിൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കേക്ക് ഫുള്ള് വൈറ്റ് ക്രീമിൽ ഫ്രോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ വയലറ്റ് കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അങ്ങനെ കളറൊന്നും മിക്സ് ചെയ്യണില്ല ഓവറായിട്ട്. അവർക്ക് അങ്ങനെ കറക്റ്റ് കളറൊന്നും പറയാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്താലും ഞാൻ സ്ക്രൈപ്പർ യൂസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ അതിൽ പകുതി കളറും ഇങ്ങോട്ട് തന്നെ പോരും. അപ്പോൾ ജസ്റ്റ് ആയിട്ടേ കൊടുക്കണേ ഉള്ളൂ. പക്ഷേ ഇത്രയും കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടുത്ത ദിവസം നമ്മൾ ഇത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാൻ നിന്നപ്പോൾ. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ കൂടെ ഇനി അടുത്ത ഐറ്റം ഇതാണ്, നമ്മുടെ മോളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ചോക്ലേറ്റ്. അപ്പോൾ ഇയാൾക്കാണുള്ള കേക്കാണ് കേട്ടോ, കേക്കും ഗിഫ്റ്റുകളൊക്കെ. അപ്പോൾ നമ്മൾ കിറ്റ്കാറ്റ് ആണ് ഉള്ളിൽ കൊടുക്കുന്നത്. നമ്മൾ ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 60 പീസ് ചോക്ലേറ്റാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. അവർ 50 പീസ് ചോക്ലേറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ 48 ചെയ്യുക അല്ലെങ്കിൽ 60 ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ 60 ആക്കാൻ. അങ്ങനെ നമ്മൾ 60 പീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മോളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ചോക്ലേറ്റൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ ഇതിപ്പോൾ ചെയ്ത് വരുമ്പോൾ 1-2 പീസല്ല, ഇത്രയും എണ്ണം നമ്മൾ ചെയ്യാൻ നമ്മൾ എന്തായാലും 4 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഞാനും വിചാരിച്ചിരുന്നു ഇത് ഭയങ്കര ഈസിയാണെന്നുള്ളത്. ഏറ്റവും ടാസ്ക് ഇതാ ഈ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു എഡ്ജസ് ആ ഒരു ഷേപ്പിൽ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം നല്ലോണം പ്രസ് ചെയ്യണം. പിന്നെ അത് നല്ല സ്റ്റിക്കിയാണല്ലോ, ഒരു പശ ഉണ്ടല്ലോ അതിന്. അപ്പോൾ അത് നമ്മളെ ആ ഒരു കത്രികയിൽ തട്ടിയിട്ട് നല്ല ബുദ്ധിമുട്ട്. ഈ ഒരു പാർട്ടാണ് കേട്ടോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇതിപ്പോൾ 1-2 അല്ലല്ലോ, 60 പീസ് അങ്ങനെ ആക്കണമല്ലോ. അപ്പോൾ അത് നല്ല ടൈം എടുത്തു. ഈ ഒരു കട്ടിങ്ങിന് മാത്രം ഞാൻ 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ ടൈം കറക്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു എത്ര ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കി ടോട്ടൽ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴേക്കിന് 4 മണിക്കൂറോളം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തതിൻ്റെ ഇടയിൽ ഞാനൊന്ന് എണീറ്റ് പോയായിരുന്നു. അപ്പോക്കിന് ഇവിടെ എൻ്റെ മോന് ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ആൾക്കിപ്പോൾ ഇത് കൊടുക്കാനുള്ളതാണെന്നൊന്നും വലിയ ഐഡിയ ഇല്ലല്ലോ. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇതിപ്പോൾ എന്താ ചെയ്യുക. ഇനിയിപ്പോൾ ഒരു ഫോട്ടോ വെച്ച് പ്രിൻ്റ് എടുക്കാനും പറ്റില്ല. ലാസ്റ്റ് ഞാൻ നൈറ്റിലാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ അവർക്ക് ഞാനിങ്ങനെ മെസ്സേജ് അയച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കതൊരു പ്രശ്നമേ അല്ല, അത് വിഷയമാക്കണ്ട, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് ഞാനൊരു കിറ്റ്കാറ്റ് എക്സ്ട്രാ ഒന്ന് മേടിച്ചു കൊടുത്തിട്ട് അതിൽ വെച്ചു കേട്ടോ. 60 നമ്മൾ എണ്ണത്തിൽ കറക്റ്റാക്കി. പക്ഷേ ഒന്ന് മാത്രം നമ്മൾ ഇങ്ങനെ ഒരു ഫോട്ടോ വെക്കാത്തത് കൊടുത്തു കേട്ടോ. കാരണം അവനത് എടുക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചു. പിന്നെ അവർ ഇതിൻ്റെ കൂടെ ഈ നോർമൽ ചോക്ലേറ്റ് ഒരു 50 പീസ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇത് പാക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു ബോക്സിൻ്റെ താഴെയായിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലൊന്ന് ആഡ് ചെയ്യണ്ടേ.
ടോട്ടലി നമുക്ക് 11 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് ഗിഫ്റ്റ്, കേക്കും ഡോണറ്റ്സും അതുപോലെ എല്ലാ ടോയ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാനിനി പല ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതൊക്കെ വന്നത്. അപ്പോൾ പലതും ഞാനിങ്ങനെ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നേ. കാരണം പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലത്തെ വല്ല ടോയ്സ് ആണെങ്കിൽ അല്ല് കണ്ടു കഴിഞ്ഞാൽ ഇനി വാശി പിടിക്കുമോ എന്നുള്ളതുകൊണ്ട് ഞാനത് പൊട്ടിക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. പക്ഷേ ഇത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കിത് ഭയങ്കര പേടിയായിട്ടാണ്. ഇത് എടുക്കാനേ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ ആൾക്ക് എന്തോ ഭയങ്കര പേടിയായതുകൊണ്ട് ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു. ഇനിയൊരു കിക്ക് സ്കൂട്ടർ ഉണ്ടായിരുന്നു, പിന്നെ മോളുടെ ഡ്രസ്സും, പിന്നെ നമ്മൾ രാവിലെ ഷോപ്പിൽ നിന്ന് മേടിച്ച ക്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറ്റ്സ് റെഡിയാക്കാം. ഞാൻ ആദ്യമേ ഡോ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല ബ്ലൂമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ബ്ലൂം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോണറ്റ്സ് അത്രയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയത് ഈ ഒരു ഡോണറ്റ്സ് ആണെന്ന് എനിക്ക് അത്രയും ഉറപ്പാണ് കേട്ടോ. കാരണം അത്രയും സോഫ്റ്റ് ആയിരുന്നു ഇപ്രാവശ്യം നമ്മൾ ചെയ്ത ഡോണറ്റ്സ്. അപ്പോൾ ഇത് ഞാൻ ഒരു 3-4 മണിക്കൂറോളം ബ്ലൂം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇത്ര ടൈം വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ദിമക്ക് നിന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും ടൈം എടുത്തു. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് 6 ഡോണറ്റ്സാണ് ഓർഡർ ഉള്ളത്. ബാക്കി 6 ഡോണറ്റ്സും ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ടോട്ടൽ 12 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിവിടെ കറക്റ്റായിട്ട് ഇനിയിപ്പോൾ അത് ഇങ്ങനെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കണം. ഇത് നമ്മൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാകും, പക്ഷേ ഉള്ളിൽ വേവില്ല കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് പതുക്കെ ഇങ്ങനെ കിടന്ന് പതുക്കെ ആവണം. ഒരുപാട് ടൈം എടുക്കും കേട്ടോ നമ്മളിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്കിപ്പോൾ അത് സോഫ്റ്റൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കഴിച്ചു നോക്കായിട്ടൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കേക്കിലേക്ക് വെക്കാനുള്ള മോളുടെ നെയിമും പിന്നെ അതിലേക്ക് വെക്കാനുള്ള ബട്ടർഫ്ലൈസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ബർത്ത്ഡേക്ക് മാത്രമല്ല എല്ലാ ബർത്ത്ഡേക്കും ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അവർ സാധാരണ ഞാൻ ഷോപ്പിൽ പോയിട്ട് നേരിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യലാണ്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കേട്ടോ അവർ ആമസോണിൽ നിന്ന് ലിങ്ക് അയച്ചിട്ട് നമ്മളെടുത്ത് മേടിക്കാൻ പറയണേ. അപ്പോൾ അതൊന്നും കൂടി കുറേ ഈസിയായിരുന്നു. ഇല്ലെങ്കിലും നമ്മൾ അവർ പറഞ്ഞ പോലെ ഷോപ്പിൽ പോയിട്ട് മോളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കേക്കും ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കണം എന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം 3-4 വർഷമായിട്ട് ഞാനാണ് അവർക്ക് കേക്കൊക്കെ അവരുടെ വീട്ടിലെല്ലാത്തിനും കേക്ക് ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ ഇത്രയും ഗിഫ്റ്റ് ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് ഡയറക്റ്റ് നമുക്ക് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നമ്മൾ നേരിട്ട് ഡെലിവറി ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് നമ്മൾ ഈ ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ ഓർഡർ വന്നത്. അപ്പോൾ അത് അവർക്ക് ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഡയറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. രണ്ടും ഏകദേശം ഒരേ ടൈമായിരുന്നു കേട്ടോ. ഇതും 2:30 അതും 2:30. അപ്പോൾ ഞാനിത് അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു 1:30-1:45 ആയപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റംസ് എല്ലാം ഞാൻ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോണറ്റ്സിൽ കുറച്ച് ഫുള്ളി ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തതും മറ്റേത് നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിൽ മാത്രം ഡെക്കറേഷന് കൊടുത്തതാണ്. കേക്ക് ഇപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. താഴെയുള്ള കേക്കിന് നമ്മൾ 1.5 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോൻ്റെ അടുത്തുണ്ട്. കാരണം നല്ല ഫില്ലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ മുകളിലെ കേക്കാണ് ഷുഗർലെസ് കേക്ക്. അത് അവരെ അച്ഛനും അമ്മക്കും, താഴെയുള്ള കേക്ക് അവർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈസ് ഒരുപാട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് മാച്ച് ആയിട്ടുള്ള ബോൾസും ഞാൻ കാര്യങ്ങളൊക്കെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷുഗർ ബോൾസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റിൽ പല സൈസിൽ വരുന്ന മിക്സ്ഡ് ആയിട്ടുള്ള പേൾസാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഓരോരോ ഗ്യാപ്പിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ടോപ്പർ ഞാൻ ഇത് വെച്ചു. അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് എനിക്ക് മോളുടെ നെയിം വെച്ചില്ല എന്ന് ഓർമ്മ വന്നേ. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് തന്നെ മോളുടെ നെയിം അവിടെ ആ ഒരു ഗ്യാപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്കായിട്ട് എവിടെയെങ്കിലൊക്കെ വെക്കാമായിരുന്നു. ഞാൻ ആ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡോണറ്റ്സ് ബോക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടൈമിൽ പെട്ടെന്ന് കേക്ക് കൊടുത്തേക്കാണ് കേട്ടോ. കാരണം ഇത് കൊടുത്തതിന് ശേഷം വേണം എനിക്ക് വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്യാൻ. എന്നിട്ട് പിന്നെ നമ്മളത് ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് എല്ലാ ഗിഫ്റ്റും ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പ്രീവിയസ് വീഡിയോസൊക്കെ കാണണേ.